بسم الله الرحمن الرحيم. لو أراد الله أن يتخذ ولدا لاصطفى مما يخلق ما يشاء سبحانه هو الله الواحد القهار. خلق السماوات والأرض بالحق يكور الليل على النهار ويكور النهار على الليل وسخر الشمس والقمر كل يجري لأجل مسمى ألا هو العزيز الغفار. خلقكم من نفس واحدة ثم جعل منها زوجها وأنزل لكم من الأنعام 8 أزواج يخلقكم في بطون أمهاتكم خلقا من بعد خلق في ظلمات 3 ذلكم الله ربكم له الملك لا إله إلا هو فأنى تصرفون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1591 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 39-ാമത്തെ അധ്യായമായ സൂറത്തുൽ സുമറിലെ 4 മുതൽ 6 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لو أراد الله أن يتخذ ولدا لاصطفى مما يخلق ما يشاء سبحانه هو الله الواحد القهار. خلق السماوات والأرض بالحق يكفر الليل على النهار ويكفر النهار على الليل وسخر الشمس والقمر كل يجري لأجل مسمى ألا هو العزيز الغفار. خلقكم من نفس واحدة ثم جعل منها زوجها وأنزل لكم من الأنعام 8 أزواج يخلقكم في بطون أمهاتكم خلقا من بعد خلق في ظلمات 3 ذلكم الله ربكم له الملك لا إله إلا هو فأنى تصرفون. صدق الله العلي العظيم. സൂറത്ത് സുമറിലെ 4 മുതൽ 6 വരെയുള്ള ആയത്തുകളാണ് ഇത് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മക്കയിൽ എത്യോപ്യയിലേക്കുള്ള പലായനം നടക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള ഘട്ടത്തിൽ അവതരിച്ച സൂറത്താണ് സൂറത്ത് സുമർ. അള്ളാഹുവിന്റെ ഏകത്വത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള വളരെ ശക്തമായ ആശയങ്ങളാണ് ഈ സൂറത്തിന്റെ കേന്ദ്രബിന്ദുവായിട്ട് അല്ലെങ്കിൽ മുഖ്യമായ ഫോക്കസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ പിന്നിട്ട 3 ആയത്തുകളിലായിട്ട് അല്ലാഹു കൃത്യമായ ഏകദൈവത്വത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് വിശ്വാസപരമായ ദാർഢ്യത കൈവരിക്കുന്ന സംബന്ധമായിട്ടാണ് ചില നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായത്. 2-ാമത്തെ ആയത്തിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടു ഫഅബ്ദുദില്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. അനുസരിക്കലും കീഴ്പ്പെടലും ഒക്കെ പൂർണ്ണമായും അള്ളാഹുവിന് ആക്കിക്കൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹുവിന് അടിമപ്പെടാൻ വേണ്ടി അള്ളാഹു അവിടെ നിർദ്ദേശിക്കുകയാണ്. അള്ളാഹുവിന്റെ മാത്രം അബിദാവുക,
എന്നതാണ് അവിടെ ഉയർത്തി കാണിക്കപ്പെട്ടിരിക്കുന്ന കാര്യം. അള്ളാഹുവിന് അടിമപ്പെടുക എന്നത് മാത്രമല്ല, അള്ളാഹുവിന് മാത്രമാക്കുക ഓരോരുത്തരുടെയും അടിമപ്പെടൽ, വിധേയപ്പെടൽ. കാരണം അവനാണ് സ്രഷ്ടാവ്, അവന് മാത്രമേ നമ്മൾ അബ്ദായിക്കൂടൂ എന്നതാണ് അവിടെ ഉയർത്തി കാണിക്കപ്പെട്ടിരിക്കുന്ന കാര്യം. വ്യാജത്തിനെയും അതുപോലെ മിഥ്യയെയും ഒക്കെ പിന്തുണക്കുന്ന, നിരന്തരമായി സത്യനിഷേധത്തിലും അതുപോലെ കൃതജ്ഞതയിലും കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു സന്മാർഗലബ്ധി ഉണ്ടാക്കുകയില്ല എന്നാണ് മൂന്നാമത്തെ ആയത്തിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു വ്യക്തമായിട്ട് പറയുകയുണ്ടായത്. അള്ളാഹുവിലേക്ക് തങ്ങളെ അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ്, അള്ളാഹുവിനോട് അടുത്ത ഒരിടം, ഒരു സ്ഥാനം തങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ അവരെ ഇബാദത്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ ഔലിയ ആയി സ്വീകരിക്കുന്ന ആളുകളുടെ നടപടി തീർത്തും അസ്വീകാര്യമായ ഒരു സംഗതിയാണ്. അള്ളാഹു അതൊരിക്കലും അംഗീകരിക്കുന്നില്ല എന്ന കാര്യം നമ്മൾ വായിച്ച ഭാഗത്ത് നമ്മൾ കാണുകയുണ്ടായി. അതിനെ തുടർന്നാണ് അള്ളാഹു നമ്മൾ ഇന്ന് വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകളിൽ അടങ്ങിയ കാര്യങ്ങളിലേക്ക് വരുന്നത്. നമുക്ക് ഈ 3 ആയത്തുകളുടെ ആശയം അതിന്റെ പ്രാഥമിക തലത്തിൽ ആദ്യം മനസ്സിലാക്കാം. ലൗ അറാദല്ലാഹു അൻ യത്തഖിദ വലദൻ, അള്ളാഹു ഒരു പുത്രനെ സ്വീകരിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ലസ്തഫ മിമ്മാ യഖ്ലുഖു മാ യശാ, അവൻ സൃഷ്ടിക്കുന്നവയിൽ നിന്ന് ഒന്നിനെ അവൻ ഉദ്ദേശിക്കുന്നതിന് പുത്രനായിട്ട് സ്വീകരിക്കുമായിരുന്നു. സുബ്ഹാനഹു, അവൻ അങ്ങേയറ്റം പരിശുദ്ധിയുള്ളവനാണ്. അങ്ങനെ പുത്രനെ സ്വീകരിക്കുക എന്ന ഒരു ചാപല്യം, ഒരു പുത്രൻ വേണമെന്ന ഒരു തോന്നൽ, ആ ഒരു ചാപല്യം ഉള്ളവനല്ല അള്ളാഹു. അത്തരം ചാപല്യങ്ങളിൽ നിന്നും അത്തരം ദൗർബല്യങ്ങളിൽ നിന്നുമൊക്കെ അതീതനായ വിശുദ്ധിയുള്ളവനാണ് അള്ളാഹു. ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹാർ, ഏകനും സകലതിന്റെ മേലും പരമാധികാരമുള്ളവനും എല്ലാറ്റിനെയും അടക്കി വാഴുന്നവനുമായ അള്ളാഹു ആകുന്നു അവൻ. അവന് തന്റെ സൃഷ്ടിജാലങ്ങളിൽ നിന്ന് അവനിച്ഛിക്കുന്നുവെങ്കിൽ ആരെയെങ്കിലും ഒരു പുത്രനായി സ്വീകരിക്കുക എന്നത് യാതൊരു പ്രയാസമുള്ള ഒരു സംഗതിയല്ല. പക്ഷെ തനിക്ക് അള്ളാഹുവിന് ഒരു പുത്രൻ ഉണ്ടാവുക എന്നൊരു സംഗതി സംഭവ്യമല്ല. വേണമെങ്കിൽ തന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ആരെയെങ്കിലും ഒരാളെ പുത്രനായി സ്വീകരിക്കാം എന്നൊരു സാധ്യതയാണുള്ളത്. ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ സത്തയും അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളുടെ സത്തയും ഒരുപോലെയല്ല, ഒന്നല്ല. മനുഷ്യന്റെ കൂട്ടത്തിൽ ഒരു അച്ഛനും മകനും നമ്മൾ പരിഗണനക്ക് എടുക്കുമ്പോൾ അച്ഛനും മകനും സത്താപരമായ ഒന്ന് തന്നെയാണ്. ഒരിക്കലും അങ്ങനെയുള്ള സത്താപരമായ ഒന്ന് തന്നെയാണ് എന്ന് പറയാവുന്ന ഒരു ബന്ധം അള്ളാഹുവും അവന്റെ സൃഷ്ടിജാലങ്ങളും തമ്മിലില്ല. അത് രണ്ടും രണ്ട് തന്നെയാണ്, ദ്വൈതമാണ്, അദ്വൈതമല്ല. രണ്ടും രണ്ട് തന്നെയാണ്. സ്രഷ്ടാവ് ഒന്ന് വേറെയും അവന്റെ സൃഷ്ടികള് പൂർണ്ണമായും വ്യത്യസ്തമായവയുമാണ്. അങ്ങനെ ഒരു പുത്രനെ സ്വീകരിക്കേണ്ട ഒരു ആവശ്യം അള്ളാഹുവിന് ഇല്ലതാനും. പുത്രൻ ഉണ്ടാവുക എന്നത് ഒരിക്കലും അള്ളാഹുവിന്റെ കാര്യത്തില് സംഭവ്യമല്ല. കാരണം അവൻ ഒരു ക്ലാസ് ഓഫ് ഹിസ് ഓൺ എന്ന് പറയാവുന്ന ഒരു ഏകത്വമാണ് അള്ളാഹുവിൻ്റെത്. അവന്റെ ആ ക്ലാസ്സിൽ വേറെ ആരുമില്ല, വേറെ ഒരാളും ഉണ്ടാവുകയും ഇല്ല, സാധ്യമല്ല അവന്റെ ആ കാറ്റഗറിയിൽ. മനുഷ്യന്റെ കാര്യം അങ്ങനെയല്ല, ജീവജാലങ്ങളുടെ കാര്യമൊന്നും അങ്ങനെയല്ല. അപ്പൊ അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ ഒരു പ്രത്യേകത തന്നെ അവൻ എന്നും ഏകനായിട്ടേ ഇരിക്കുകയുള്ളൂ എന്നതാണ്. അവനിൽ നിന്ന്, അവന്റെ സത്തയിൽ നിന്ന് അവനെ പോലെ സത്താപരമായി അതേ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അതേ
ക്വാളിറ്റീസ് ഉള്ള മറ്റൊരുവൻ ഉണ്ടാവുക സാധ്യമല്ല. ബാക്കിയുള്ളതൊക്കെയും തന്നെ അവന്റെ സൃഷ്ടികളാണ്. ഇതാണ് അള്ളാഹു വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. അതുകൊണ്ട് ഒരു പുത്രനെ സ്വീകരിക്കുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ തന്റെ സൃഷ്ടിജാലങ്ങളിൽ നിന്ന് അങ്ങനെയുള്ളൂ. അള്ളാഹു അല്ലാത്തതൊക്കെയും അവന്റെ സൃഷ്ടികളാണ്. തന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഒന്നിനെ പുത്രനായി സ്വീകരിക്കുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ സാധിക്കും. പക്ഷെ അങ്ങനെ ഒരു സംഗതി ആവശ്യമില്ലാത്ത വിധത്തില് സുബ്ഹാനാണ് അള്ളാഹു. അതൊരിക്കലും തന്നെ അള്ളാഹുവിന്റെ കാര്യത്തില് ഒരാവശ്യമേ അല്ല. ഒരു പുത്രനെ ആഗ്രഹിക്കുക എന്നത്, ഒരു പുത്രനെ ഉൾക്കൊള്ളുക എന്നത്, ഒരു പുത്രൻ ഉണ്ടാവുന്നതിന് വേണ്ടി കൊതിക്കുക എന്നതൊക്കെ തന്നെ സൃഷ്ടിജാലങ്ങൾക്ക് അല്ലെങ്കിൽ വിശേഷിച്ച് മനുഷ്യർക്ക് ഒക്കെയുള്ള പ്രത്യേകതകളാണ്. അള്ളാഹുവിന്റെ സത്തക്കും അസ്തിത്വത്തിനും ഒന്നും നിരക്കുന്ന ഒരു സംഗതിയെ അല്ല ആ കാര്യം എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ലൗ അറാദല്ലാഹു അൻ യത്തഖിദ വലദൻ. ഒരുപക്ഷെ മക്കയിൽ ഈ സൂറത്ത് അവതരിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ ക്രൈസ്തവരും അതുപോലെ അള്ളാഹുവിന് പുത്രനുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ബഹുദൈവത്വത്തിന്റെ ആളുകളും അങ്ങനെയുണ്ട് അള്ളാഹുവിന് പുത്രന്മാരെയും പുത്രിമാരെയും ഒക്കെ സങ്കല്പിക്കുന്ന ഒരു ശീലം, ഒരു രീതി ജാഹിലിയ കാലഘട്ടത്തിലെ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മലക്കുകളെ അള്ളാഹുവിന്റെ പുത്രിമാരായിട്ട് അവർ കാണാറുണ്ടായിരുന്നു. അതുപോലെ അവർക്ക് പരിചയമുള്ള യഹൂദർക്കും ക്രൈസ്തവർക്കും ഇടയിലൊക്കെ തന്നെ ദൈവപുത്രൻ എന്നൊരാശയം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ ആ തികവാർന്ന സംഗതിയാണ് ഈ സൂറത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ കണ്ടത്. അവനിലേക്ക് അടുപ്പം നേടുന്നതിന് വേണ്ടി ആരെയെങ്കിലും ഔലിയ ആയിട്ട് സ്വീകരിക്കുന്നത് തന്നെ അള്ളാഹു വിലക്കിക്കൊണ്ടാണ് മുകളിലെ ആയത്തിൽ അള്ളാഹു പറയുകയുണ്ടായത്. ആ തൗഹീദിന്റെ ആ തെളിമയുടെ മറ്റൊരു തലമാണ് അവന് ഒരു പുത്രനും ഇല്ല എന്ന കാര്യം. അള്ളാഹു ഒരു പുത്രനെ സ്വീകരിക്കാൻ ഉദ്ദേശിച്ചുവെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സൃഷ്ടിജാലങ്ങളിൽ അവൻ ഉദ്ദേശിക്കുന്ന ആരെയെങ്കിലും പുത്രനായി സ്വീകരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഒരു സംഗതി ഇല്ല. സുബ്ഹാനഹു, അവൻ തീർത്തും അന്യൂനനാണ്. യാതൊരുവിധ ചാപല്യവും ദൗർബല്യവും പോരായികയും ആവശ്യവും ഒന്നും ഉള്ളവനല്ല. ഒരാവശ്യം, ഒരു തേട്ടം ഒക്കെ ഉണ്ടാവുക എന്നത് പോലും അള്ളാഹുവിന്റെ തികവാർന്ന അസ്തിത്വത്തിന് ചേരുന്ന ഒരു സംഗതിയല്ല. സുബ്ഹാനഹു. കാരണം എന്താ? ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹാർ. തുടർന്ന് അള്ളാഹു പറയുന്ന, ആരാണ് ഈ അള്ളാഹു എന്നാണ് നിങ്ങൾ കരുതിയത്? ഹുവല്ലാഹുൽ വാഹിദ്, ഏകനായ അള്ളാഹുവാണ് അവൻ. അവന്റെ സത്തയില് പങ്കാളിയാകുന്ന മറ്റൊരാൾ ഉണ്ടാവുക എന്നത് സാധ്യമല്ല. അവൻ വാഹിദാണ്. മാത്രവുമല്ല അവൻ ഖഹാറുമാണ്. സകലതിന്റെ മേലും സമ്പൂർണമായ അധികാരമുള്ള, അടക്കി വാഴാൻ കഴിയുന്ന ഏകാധിപതിയാണ് അവൻ. നമുക്ക് കാണാനും നിരീക്ഷിക്കാനും ഒക്കെ കഴിയുന്നത് മാത്രമല്ല, സങ്കല്പിക്കാൻ കഴിയുന്നത് പോലും, അല്ലെങ്കിൽ സങ്കല്പങ്ങൾക്ക് അതീതമായ സംഗതികൾ പോലും പൂർണ്ണമായിട്ടും അവന്റെ സമഗ്രാധിപത്യത്തിന് കീഴിലാണ്. അവയുമായി അള്ളാഹുവിന് അങ്ങനെ ഒരു സത്താപരമായ ബന്ധമുണ്ട്, പിതാവ് പുത്രൻ പോലെയുള്ള ഒരു ബന്ധമുണ്ട് എന്ന് സങ്കല്പിക്കുന്നത് തന്നെ അങ്ങേയറ്റം അപകടകരമായ, അബദ്ധജടിലമായ ഒരു കാര്യമാണ് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സുബ്ഹാനഹു ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹാർ. അവന്റെ മഹത്വം, അവന്റെ സ്റ്റേറ്റസ് ഒക്കെ ഇതാണ്. ഹുവല്ലാഹ്, അവനാണ് അള്ളാഹു. എന്താണ് അവന്റെ പ്രത്യേകത? അൽ വാഹിദ്, അവൻ ഏകനാണ് എന്ന് പറഞ്ഞാൽ അവന്റെ ക്ലാസ്സിൽ
വേറെ ചിലർ കൂടി ഉണ്ട് എന്ന് കൺസീവ് ചെയ്യാൻ, എന്ന് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. സത്താപരമായി, അടിസ്ഥാനപരമായി അവന്റെ അസ്തിത്വത്തിന്റെ പങ്കാളിയായിട്ട് ഒരാളുണ്ട് എന്ന് സങ്കല്പിക്കുന്നത് പോലും അവന്റെ അസ്തിത്വത്തിന്, അവന്റെ സ്വത്വത്തിന് നിരക്കുന്ന ഒരു സംഗതിയേ അല്ല. അവന്റെ സ്റ്റേറ്റസ് എല്ലാറ്റിന്റെയും സ്രഷ്ടാവ് എന്ന നിലക്കാണുള്ളത്. ആ സൃഷ്ടികളുടെ കൂട്ടത്തിൽ അവന് ഇഷ്ടമുള്ളതിനെ ഇഷ്ടമുള്ള വിധത്തില് അവന് തോന്നിയ വിധം കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതിനൊന്നും ഒരു സംശയവുമില്ല. അവന് വേണ്ട വിധത്തിൽ അവയെ കൈകാര്യം ചെയ്യാം. അവൻ ഖഹാറാണ്. എന്തിനേയും വേണ്ട വിധത്തില് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന പരമാധികാരമുള്ളവനാണ് അവൻ. എന്നാൽ അവന്റെ സ്വത്വത്തിൽ പങ്കാളിയാവുന്ന ഒരുവൻ ഉണ്ടാവുക എന്നൊരു സംഗതി ഒരിക്കലും സംഭവ്യമല്ല. അവൻ അൽ വാഹിദ് അൽ ഖഹാറാണ് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. ഖലഖസ് സമാവാതി വൽ അർദ്. ഇനി അവന്റെ മഹത്വം എന്താണ് എന്ന് മനസ്സിലാക്കാൻ അള്ളാഹു പറഞ്ഞു തരികയാണ്. ഖലഖസ് സമാവാതി വൽ അർദ്. അവൻ ആകാശങ്ങളെയും ഭൂമിയെയും എന്ന് പറഞ്ഞാൽ സങ്കീർണമായ ഈ പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. അതിലെ എല്ലാ ഡെലിക്കേറ്റായ സംഗതികൾ ഉൾപ്പെടെ മനുഷ്യനെ നിരീക്ഷിച്ച് സൂക്ഷ്മമായി അടയാളപ്പെടുത്താൻ കഴിയുന്നതിനപ്പുറത്തുള്ള ഒത്തിരി ഘടകങ്ങൾ അടങ്ങിയ ഈ ആകാശഭൂമികളുടെ ഈ പ്രപഞ്ചം അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. എങ്ങനെയാണ്? ബിൽ ഹഖ്. സത്യാധിഷ്ഠിതമായിട്ടാണ്, സത്യപരമായ വിധത്തിലാണ് അവൻ അവയെ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിന്റെ ഓറിയന്റേഷൻ 100% സത്യത്തിലാണ്. അതില് എന്തെങ്കിലും നിലക്കുള്ള മിഥ്യയോ അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായ ആശയങ്ങളോ ഒന്നും ചേർത്ത് വെക്കുക സാധ്യമല്ല. അള്ളാഹുവിന്റെ ഹക്ക് എന്ന, അള്ളാഹുവിന്റെ സത്യം എന്ന ആ സ്വത്വത്തെ, അങ്ങനെ ഒരു സ്വത്വത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക സാധ്യമല്ല. ഈ പ്രപഞ്ചം അതിന്റെ നമ്മൾ കാണുന്ന വിധത്തില് സമഗ്രതയോടുകൂടി നിലനിൽക്കുന്നത്, അതിലെ ഓരോ ഘടകവും പ്രവർത്തനക്ഷമമാവുന്നത്, അതിനെ കൂട്ടി യോജിപ്പിക്കുന്ന, അതിനെ കൂട്ടിഘടിപ്പിക്കുന്ന, അതിനെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു കേന്ദ്ര സത്യം അതിന് എല്ലാ കാര്യങ്ങളും അടിസ്ഥാനപ്പെടുത്തുന്നതായിട്ട് ഉണ്ട് എന്നതാണ്. അത് അള്ളാഹുവിന്റെ ആ അള്ളാഹുവിന്റെ തന്നെ ഒരു തലമാണ് ഈ സത്യം എന്ന് പറയുന്നത്. അവൻ ഹക്കാണ്. അപ്പൊ അള്ളാഹു എന്ന യാഥാർത്ഥ്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സകല സംഗതികളും നിൽക്കുന്നത്. അല്ലെങ്കിൽ തകർന്നു വീഴുമല്ല. ആകാശം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, പ്രപഞ്ചത്തിലെ അസംഖ്യം അതിഭീമമായ വലിയ പ്രതിഭാസങ്ങൾ, വളരെ സൂക്ഷ്മമായ മനുഷ്യ ശരീരത്തിലെയും ജീവജാലങ്ങളുടെയും ഒരു കോശം പോലെയുള്ള സംഗതികൾ വരെ, ഇതുപോലുള്ള എല്ലാ സംഗതികളും അതിന്റെ സമഗ്രതയോടുകൂടി നിലനിൽക്കുന്നത്, അതിന്റെ ഒരു ഘടനാപരമായി അതിന് സുരക്ഷിതമായി നിലകൊള്ളാൻ സാധിക്കുന്നത് അത് അള്ളാഹു എന്ന സത്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രൂപകൽപ്പന ചെയ്യപ്പെട്ടത് കൊണ്ടാണ് എന്നതാണ്. ഇത് ആർക്കും ചോദിക്കാനും പറയാനോ ഒന്നും ഇല്ലാത്ത, ആരുടെയും ചുമതലയിലല്ലാത്ത, ഒരാളും നിയന്ത്രിക്കാത്ത ഒരു സംവിധാനമായിരുന്നുവെങ്കിൽ, അള്ളാഹു എന്ന സത്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരുന്നില്ല ഈ പ്രപഞ്ചത്തിന്റെ ഈ സ്ട്രക്ചർ ചെയ്യുന്ന സംഗതിയെങ്കിൽ അതൊരു നിമിഷ നേരം പോലും നിലനിൽക്കുകയില്ല. അത് ഉണ്ടാവുക തന്നെ ഇല്ല, അത് നിലനിൽക്കുകയും ഇല്ല. അപ്പൊ അള്ളാഹു എന്ന അടിസ്ഥാന സത്യത്തിനെ അടിത്തറയായിക്കൊണ്ടാണ്, അതിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തില് ഏറ്റവും സൂക്ഷ്മമായ സംഗതികളും അതുമുതൽ ഏറ്റവും വിശാലതയുള്ള അല്ലെങ്കിൽ ഏറ്റവും പെരുമയുള്ള സംഗതികൾ വരെയുള്ള സകലതും
സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, ഇവിടെ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്, സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ളത്. ആ ക്രമം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതൊന്നും പ്രവർത്തനക്ഷമമാവില്ല. ഉദാഹരണത്തിന് അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം ഉണ്ടായതാണ് സൂര്യൻ. സൂര്യൻ എന്ന ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നില്ലെങ്കിൽ കോടിക്കണക്കിന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാവുന്ന, നമുക്ക് ലേബൽ ചെയ്യാവുന്ന ജീവജാലങ്ങളോ പ്രതിഭാസങ്ങളോ പ്രവർത്തനക്ഷമമാകുമായിരുന്നില്ല. അവയൊക്കെയും പ്രവർത്തനക്ഷമമാവുന്നത് അള്ളാഹു അതിന് നൽകിയിരിക്കുന്ന ഒരു തർക്കീബ് കാരണമായിട്ടാണ്, ഒരു ഘടന കാരണമായിട്ടാണ്. ആ ഘടന അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അള്ളാഹു എന്ന യാഥാർത്ഥ്യത്തിലാണ്. അങ്ങനെ ഒരു യാഥാർത്ഥ്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു സംഗതിയും ഈ വിധത്തില് ഒരു പാറ്റേൺ ആയിട്ടോ ഒരു സ്ട്രക്ചറിന്റെ ഭാഗമായിട്ടോ നിലനിൽക്കുമായിരുന്നില്ല എന്നതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്ന വസ്തുത. ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ്. സത്യത്തെ, യാഥാർത്ഥ്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇനി അതിന്റെ മാനിഫെസ്റ്റേഷൻ, അള്ളാഹുവിന്റെ സത്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ആ പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ, അത് നമുക്ക് പ്രകടമായി കാണാൻ കഴിയുന്ന ഒരു കാര്യം അള്ളാഹു നമ്മളെ കേൾപ്പിക്കുകയാണ് ഇവിടെ. യുഖവ്വിറുൽ ലൈല അലൻ നഹാർ. അവൻ രാവിനെ പകലിന്റെ മേൽ ചുറ്റിയെടുക്കുന്നു, പൊതിയുന്നു. രാവിനെ പകലിന്റെ മേൽ പൊതിയുന്നു. യുഖവ്വിറു എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. കവ്വറ എന്ന് പറഞ്ഞാൽ ഉരുണ്ട ആകൃതിയിലുള്ള ഒരു സംഗതിയുടെ മേൽ വല്ലതും പൊതിയുന്നത്, ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു റാപ്പ് ചെയ്യുന്ന കടലാസോ ഒക്കെ ചുറ്റിയെടുക്കുന്ന പോലെയുള്ള ഒരു സംഗതിക്കാണ് യുഖവ്വിറു എന്ന് പറയുന്നത്. ഈ വാക്കിന്നാണ് പുറത്ത് എന്ന പന്ത്, നമ്മളെ കാൽപന്തും കൈപ്പന്തും ഒക്കെ ഉണ്ടല്ലോ, അതിനൊക്കെയുള്ള അറബിയിലെ വാക്ക് വരുന്നത് ഈ വാക്കിന്നാണ്. പുറത്ത് എന്ന വാക്ക് വരുന്നത് ഈ കവ്വറ യുഖവ്വിറു എന്ന റൂട്ട് ഫോം എന്നാണ്. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നത് യുഖവ്വിറുൽ ലൈല അലൻ നഹാർ. അവൻ രാവിനെ പകലിന്റെ മേൽ പൊതിഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ പൊതിയുന്നു, ചുറ്റിയെടുക്കുന്നു എന്നൊക്കെ പറയാം. കാരണം അതിന്റെ എസെൻഷ്യൽ ആയിട്ട് അതില് ഒരു ഉരുണ്ട ആകൃതിയിലുള്ള, ഗോളാകൃതിയിലുള്ള ഒരു സംഗതിയെ റാപ്പ് ചെയ്യുന്ന ഒരാശയമാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ഇപ്പൊ രാവിനെ പകലിന്റെ മേൽ അള്ളാഹു ചുറ്റിയെടുക്കുന്നു, അല്ലെങ്കിൽ പൊതിഞ്ഞെടുക്കുന്നു, പൊതിയുന്നു എന്നൊക്കെയാണ് ഇവിടെ നൽകപ്പെടുന്ന സൂചന. അത് രാവ് പകലായും പകല് രാവായും മാറി വരുന്ന ഒരു പ്രക്രിയയെ കുറിച്ചുള്ള അള്ളാഹുവിന്റെ പ്രസ്താവനയാണ്. രാവും പകലും മനുഷ്യോൽപത്തിയുടെ കാലം തൊട്ട് തന്നെ വലിയ കൗതുകം ഉണർത്തിയിരുന്ന ഒരു പ്രാപഞ്ചിക പ്രതിഭാസമാണ്. എങ്ങനെ രാവ് പകലായി മാറുന്നു, പകല് രാവായി മാറുന്നു, രാവ് പകലാവുമ്പോ പകല് രാവാകുമ്പോ എന്ത് സംഗതിയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന കാര്യം മനുഷ്യനെന്നും ഒരു കൗതുകം ഉണ്ടായിരുന്ന കാര്യമാണ്. ഇന്നും മനുഷ്യൻ അതില് കൗതുകത്തോടുകൂടി ആ പ്രക്രിയ നിരീക്ഷിക്കുന്നത് കാണാം. എങ്ങനെയാണ് ഇത് സംഭവ്യമാവുന്നത്, പ്രവർത്തനക്ഷമമാവുന്നത്? അതാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. ഹഖിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതെന്ന് പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞാൽ അള്ളാഹു ഈ പ്രപഞ്ചത്തിന് ഹഖിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്രമീകരണം നൽകിയിട്ടുണ്ട്. ആ ഒരു എൻറ്റിറ്റി, ആ ഒരു സംഗതികളെ നിയന്ത്രിക്കുന്ന ഒരു ഓറിയന്റേഷൻ സത്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സംഗതികൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇവിടെയുള്ള കോടിക്കണക്കിന് പ്രതിഭാസങ്ങളുടെ പരസ്പരമുള്ള ആ ചേർന്ന് പ്രവർത്തിക്കല്, റെസിപ്രോസിറ്റി എന്ന് പറയുന്ന കാര്യം, അതൊരിക്കലും പ്രവർത്തനക്ഷമമാകുമായിരുന്നില്ല. അപ്പൊ നമ്മള് താഴേക്ക് നോക്കുമ്പോൾ മണ്ണിൽ എഴയുന്ന സൂക്ഷ്മജീവികളെ, ചെറിയ ചെറിയ പുഴുക്കള്,
ഇഴജന്തുക്കൾ പോലെയുള്ളതൊക്കെ കാണാമല്ലോ. ഇതും സൂര്യനുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം. സൂര്യൻ അതിന് നിശ്ചയിക്കപ്പെട്ട ക്രമത്തിൽ പ്രവർത്തനക്ഷമമായതുകൊണ്ട് മാത്രമാണ് ഭൂമിയുടെ പ്രതലത്തിൽ ഈ ജീവജാലങ്ങൾ അങ്ങനെ അഴിഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥയിൽ കഴിയുന്നത്, അതുണ്ടാവുന്നത്. നമ്മൾ നോക്കി നിൽക്കെ ചെടികൾക്ക് പുതിയ നാമ്പുകൾ വരുന്നു, കായ്കനികൾ വിളഞ്ഞു വരുന്നു, അതുപോലെ പഴങ്ങളൊക്കെ പാകമാകുന്നു. അങ്ങനെയുള്ള പല സംഭവങ്ങളും നമ്മൾ നോക്കി നിൽക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതൊക്കെയും തന്നെ ഈ പ്രാപഞ്ചിക സംവിധാനത്തിൽ അള്ളാഹുവിന്റെ വളരെ അബദ്ധരഹിതമായ എന്ന് തന്നെ പറയണം, അബദ്ധരഹിതമായ ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് ഒന്നിനെ ആശ്രയിക്കുന്ന വിധത്തിൽ എല്ലാം പ്രവർത്തനക്ഷമമായിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും സത്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അബദ്ധരഹിതമായ വിധത്തിൽ, മിഥ്യയടങ്ങാത്ത വിധത്തിൽ, ഒരു ഓറിയന്റേഷൻ ഉള്ള വിധത്തിൽ, സമഗ്രമായ ഒരു ആസൂത്രണം ഉള്ള വിധത്തിൽ സംവിധാനിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒരു തെളിവായിട്ട്, ഒരു മാനിഫെസ്റ്റേഷൻ ആയിട്ടാണ് അള്ളാഹു യുകവ്വിറുൽ ലൈല അലൻ നഹാരി വയുകവ്വിറുൻ നഹാറ അലൽ ലൈൽ എന്ന് പറഞ്ഞു. അവൻ രാവിനെ പകലിന്റെ മേൽ ചുറ്റിയെടുക്കുന്നു, പകലിനെ രാവിന്റെ മേലും ചുറ്റിയെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പകലും രാവും അനുഭവപ്പെടുന്ന ഈ ഭൂമി, അതിന് ഒരു റഫ്ലി പറയുകയാണെങ്കിൽ ഒരു ഗോളാകൃതി ഉണ്ട് എന്നത് പരോക്ഷമായിട്ട് ഇതിൽ സൂചിപ്പിക്കപ്പെടുകയാണ്. ഏത് ഓബ്ജക്റ്റിനും വിദൂരതയിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ നിരീക്ഷിക്കുമ്പോൾ ഗോളാകൃതി തന്നെയാണ് ഉണ്ടാവുക, വളരെ വിദൂരതയിൽ നിന്ന്. പക്ഷെ ഇതിന്റെ വളരെ അണീവണായ സർഫസ് ആണ് ഭൂമിക്കുള്ളത്, എല്ലാവർക്കും അറിയാം. വളരെ നിരപ്പായ ഒരു പന്ത് പോലെയുള്ള രൂപമൊന്നും അല്ല ഭൂമിക്കുള്ളത്. പക്ഷെ അതിന്റെ ഒരു റിമോട്ട് വ്യൂവില്, അതിന്റെ ആ ഒരു സാകല്യത്തിൽ അതിനെ നിരീക്ഷിക്കുമ്പോൾ അതിന് ഒരു റൗണ്ടിഷ് ഷേപ്പ് തന്നെയാണുള്ളത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ രാവ് പകലിനെയും പകല് രാവിനെയും അങ്ങനെ പൊതിയുമ്പോ ആ ഒരു ഗ്ലോബലായ ഒരു സർഫസിനെ കവർ ചെയ്തുകൊണ്ട്, റാപ്പ് ചെയ്തുകൊണ്ട് നീങ്ങുന്ന പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക. ഇത് നിരന്തരമായി ആവർത്തിക്കുന്ന ഒരു പ്രക്രിയയാണ്. പ്രപഞ്ചത്തിൽ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രക്രിയ ഇന്നും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ കൗതുകം നിറഞ്ഞൊരു സംഗതിയാണ്. ഈ ഒരു കാര്യം പ്രവർത്തനക്ഷമമാവുന്നത് വളരെ അബദ്ധരഹിതമായ ഹക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഓറിയന്റേഷൻ ഇല്ലാതെ അത് സംഭവിക്കുമോ എന്നത് മനുഷ്യന് ആലോചിക്കാവുന്നതാണ്. ഒരിക്കലും തന്നെ ഈ ഒരു സമഗ്രമായ സംഗതി അബദ്ധരഹിതമായ ഒരു ആസൂത്രണത്തിന്റെ ഫലമായിട്ടല്ലാതെ, കൃത്യമായ ശരിയായ ഒരു ഓറിയന്റേഷൻ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഇത് സംഭവിക്കുകയില്ല. വസഖറ ശംസ വൽ ഖമർ കുല്ലൻ യജ്രി ലിഅജലിൻ മുസമ്മ. സൂര്യനെയും ചന്ദ്രനെയും അവൻ വിധേയപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഏത് വിധത്തിലാണ്? കുല്ലൻ യജ്രി ലിഅജലിൻ മുസമ്മ, എല്ലാം ഒരു നിർണിതമായ അവധി വരേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന നിലക്ക്. സൂര്യനും ചന്ദ്രനും അള്ളാഹു നിശ്ചയിച്ച ഒരു അജല് വരെ, അള്ളാഹു നിശ്ചയിച്ച ഒരു ദിശയിൽ, ഒരു പാറ്റേണിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ആ വിധത്തിലാണ് അവയെ അള്ളാഹു ക്രമീകരിച്ചിരിക്കുന്നത്. സൂര്യന് അതിന്റെ ദിശ തെറ്റാൻ അള്ളാഹു അനുവാദം നൽകിയിട്ടില്ല. ചന്ദ്രന്റെ സഞ്ചാരത്തിന് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ഒരു ക്രമീകരണമുണ്ട്. അത് തെറ്റുക എന്നത്, അത് തെറ്റിച്ചുകൊണ്ട് സഞ്ചരിക്കുക എന്നത് ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളവും സാധ്യമല്ല. അത് അള്ളാഹുവിന്റെ ഒരു ക്രമീകരണമാണ്. ആ ക്രമീകരണത്തിനാണ് നമ്മൾ നേരത്തെ ഓറിയന്റേഷൻ എന്നും, ആ ഓറിയന്റേഷനാണ് നമ്മൾ ഹഖ് എന്നും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. നേരത്തെ നമ്മൾ അങ്ങനെ വിശദീകരിച്ചു അതിനെ. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നത് സഖറ ശംസ വൽ ഖമറ വസഖറ ശംസ വൽ ഖമറ
കുല്ലു യജ്രി ലി അജലിൻ മുസമ്മ, ഒരു അജലും മുസമ്മ, നിർണിതമായ ഒരു അവധി വരേക്കായിട്ട് സഞ്ചരിക്കുന്നവ എന്ന വിധത്തിൽ അള്ളാഹു സൂര്യനെയും ചന്ദ്രനെയും ക്രമീകരിച്ച് കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്നു. ഇത് പോസിറ്റീവായ ഒരു സംഗതിയാണ് കേട്ടോ, ഒരു ക്രമീകരണമാണ്, താനേ ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. വളരെ കൃത്യമായിട്ട് ഒരു സംഗതി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പുറകിൽ ഒരു ആസൂത്രകൻ ഉണ്ടാവും, ഒരു ആസൂത്രണം ഉണ്ടാവും. സൂര്യൻ ചന്ദ്രൻ ഒക്കെ വളരെ കൃത്യമായ ഒരു പാറ്റേണിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് കൃത്യമായ ഒരു തർക്കീബിൽ, ഒരു ക്രമത്തില് സംഘടിപ്പിക്കപ്പെട്ടവയാണ് എന്നതാണ്. അതിന്റെ പുറകിൽ ഒരു കൃത്യമായ ആസൂത്രണം ഉണ്ട്, ഇല്ലെങ്കിൽ അതൊരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അപ്പോ അതാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്ന അബദ്ധരഹിതമായ, മിഥ്യാടിസ്ഥാനത്തിലുള്ളതല്ലാത്ത, യാഥാർത്ഥ്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള അള്ളാഹുവുമായുള്ള ആ ഓറിയന്റേഷന്റെ അടിത്തറയിലുള്ള വിധത്തിലാണ് ആകാശങ്ങളെയും ഭൂമിയെയും അവൻ ക്രമീകരിച്ചിരിക്കുന്നത്. നിർണിതമായ ഒരു അവധി വരേക്ക് സൂര്യനും ചന്ദ്രനും ചലിച്ചുകൊണ്ടിരിക്കുന്നതും അള്ളാഹുവിന്റെ ആ ക്രമീകരണത്തിന്റെ ഭാഗമായിട്ടാണ്. അള്ളാഹു ആകാശഭൂമികളെ ഹക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതിന്റെ ഒരു പ്രത്യക്ഷത്തിലുള്ള മാനിഫെസ്റ്റേഷൻ ആയിട്ട്, ഒരു പ്രകടനമായിട്ട്, ഒരു തെളിവായിട്ട് അള്ളാഹു ഇവിടെ ഉയർത്തി കാണിക്കുകയാണ്. അലാ ഹുവൽ അസീസുൽ ഗഫാർ. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയാണ്, അറിയുക, അലാ, അറിഞ്ഞുകൊള്ളുക, അവൻ ഹുവൽ അസീസ്, അവൻ അങ്ങേയറ്റം പ്രതാപമുള്ളവനാണ്, അജയ്യനാണ്. അവന്റെ ഈ സംവിധാനങ്ങളെ തകർക്കുക എന്നതോ അവന്റെ ഈ ക്രമീകരണങ്ങളെ ഇല്ലാതാക്കുക എന്നതോ ഒന്നും ആർക്കും കഴിയുന്ന ഒരു സംഗതിയല്ല. അത്രയും അജയ്യതയുള്ളതാണ് അവന്റെ സംവിധാനം. അവന്റെ ഇച്ഛയോടുകൂടിയല്ലാതെ അതിലൊരു ഇടപെടലും നടത്താൻ ഒരാൾക്കും സാധ്യമല്ല. അവൻ നിശ്ചയിച്ച, അവൻ അനുവദിച്ച ഒരു റേഞ്ചിൽ മാത്രമാണ് മനുഷ്യനെ പോലെയുള്ള ജീവജാലങ്ങൾക്ക്, സൃഷ്ടികൾക്കും ഒക്കെ ഈ സംവിധാനത്തിൽ ഇടപെടാൻ സാധിക്കുന്നത്. അള്ളാഹു അത്രയും ഭദ്രമായ ഒരു അടിത്തറയിലാണ് സകലത്തിനെയും ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അവൻ അസീസാണ്, അവന്റെ അജയ്യത അത്ര ഗാംഭീര്യമുള്ളതാണ്. അലാഹു അൽ അസീസ്. എന്നിട്ട് പറയുന്ന അൽ ഗഫാർ എന്നാണ്. സൂര്യനെയും ചന്ദ്രനെയും അല്ലെങ്കിൽ ആകാശത്തെയും ഭൂമിയെയും രാവിനെയും പകലിനെയും ഒന്നും ബാധിക്കുന്ന ഒരു വിഷയമല്ല ഈ വാക്ക്. അൽ ഗഫാർ എന്നാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. ഗഫാർ എന്ന് പറഞ്ഞ ഏറ്റവും ഏറെ പുറത്തു കൊടുക്കുന്നവൻ എന്നാണ്, നിരന്തരമായി പുറത്തു കൊടുക്കുന്നവൻ. ആ വസ്ന് സൂചിപ്പിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ആധിക്യത്തെയാണ്, അല്ലെങ്കിൽ നൈരന്തര്യത്തെയാണ്. നിരന്തരമായി, വളരെ കൂടുതലായി, ആവർത്തിച്ച് പുറത്തു കൊടുക്കുന്നവനാണ് അള്ളാഹു എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ആകാശങ്ങളെയോ ഭൂമിയെയോ അല്ലെങ്കിൽ സൂര്യനെയോ ചന്ദ്രനെയോ രാവിനെയോ പകലിനെയോ സൂചിപ്പിച്ചുകൊണ്ടല്ല എന്നത് വളരെ വ്യക്തമാണ്. അത് ഈ പ്രാപഞ്ചിക അടയാളങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങളെ വിശകലനം ചെയ്ത് മനസ്സിലാക്കുകയും സ്വന്തമായ ജീവിത സരണി തെരഞ്ഞെടുക്കുകയും ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളാണ് അവരുടെ വീഴ്ചകളുടെ കാര്യത്തില് അള്ളാഹു ഗഫാറാണ് എന്ന് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. മനുഷ്യൻ തിരിച്ചറിവ് ജനിച്ച ഉടനെ തന്നെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ദീർഘമായ കാലം അബദ്ധത്തിന്റെ, മിഥ്യയുടെ, ബാത്തിലിന്റെ വഴിയിലൂടെ പോയിട്ടുണ്ടാവും. അതിനുശേഷമാവും ഒരുപക്ഷെ അള്ളാഹുവിന്റെ ആയാത്തുകള് കാണാനും മനസ്സിലാക്കാനും കഴിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുക. അങ്ങനെ മടങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും രാവും പകലും വലിയ സൂചകങ്ങളായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് അവൻ അള്ളാഹുവിലേക്ക്, അള്ളാഹുവിനെ തിരിച്ചറിയുന്ന ഘട്ടത്തില് അവൻ ഏറ്റവും ആശ്വാസം പകരുന്ന അള്ളാഹുവിന്റെ ഒരു പ്രത്യേകതയാണ് അവൻ ഗഫാറാണ് എന്നത്. ഇക്കാര്യമാണ് അള്ളാഹു അവിടെ
സൂചിപ്പിക്കുന്നത്. ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, അവൻ ഒരൊറ്റ വ്യക്തിയിൽ നിന്നായിട്ട് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. സുമ്മ ജഅല മിൻഹാ സൗജഹ, അതിനെ തുടർന്ന് അവന്റെ ഇണയെയും ആ വ്യക്തിയിൽ നിന്നായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു. നഫ്സ് എന്നത് ഒരു എൻറ്റിറ്റി ആയിട്ട് കാണാം, ഒരാള്, ഒരു അസ്തിത്വം. സാധാരണഗതിയിൽ ആദം അലൈഹി ഇസ്ലാമിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത് മനസ്സിലാക്കാറുള്ളത്. വ്യത്യസ്തമായ വായനകൾ പലരും നടത്തുന്നതും കാണാം. നമുക്ക് അതിന്റെ സങ്കീർണതകളിലേക്കൊന്നും പോകാൻ സമയമില്ല. ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ വ്യക്തിയിൽ നിന്ന്, ഒരൊറ്റ അസ്തിത്വത്തിൽ നിന്ന്. സുമ്മ ജഅല മിൻഹാ സൗജഹ, പിന്നീട് അവന്റെ ഇണയെ അതിൽ നിന്ന്, ആ നഫ്സിൽ നിന്ന്, ആ എൻറ്റിറ്റിക്കുള്ള ഒരു ഇണയെ, ഒരു സൗജിനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. വ അൻസല ലക്കും മിനൽ അൻആമി സമാനിയത അസ്വാജിൻ, കന്നുകാലികളിൽ നിന്ന് അവൻ 8 ഇണകളെ, 8 പേരടങ്ങുന്ന പേഴ്സിനെ നിങ്ങൾക്കായിട്ട് അവൻ ഇറക്കി തന്നിരിക്കുന്നു. വ അൻസല ലക്കും മിനൽ അൻആമി സമാനിയത അസ്വാജിൻ, കന്നുകാലികളിൽപ്പെട്ട 8 പേരടങ്ങിയിട്ടുള്ള ഇണകളെ അവൻ നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. യഖ്ലുഖുക്കും ഫീ ബുതൂനി ഉമ്മഹാതിക്കും, നിങ്ങളെ അവൻ നിങ്ങളുടെ ഉമ്മമാരുടെ, മാതാക്കളുടെ ഉദരങ്ങളിലായിട്ട് സൃഷ്ടിക്കുന്നു. എങ്ങനെയാണ്? ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ, അതിനെ വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ രൂപമെടുക്കുന്ന വിധത്തിലായിട്ട്. ഒരു ഘട്ടത്തിൽ അത് ഒരു ഖൽഖ് എന്നൊരവസ്ഥയിൽ, പിന്നീട് മറ്റൊരു ഖൽഖ് എന്ന അവസ്ഥയിലായിട്ട്. ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ, പല സൃഷ്ടിപ്പിന്റെ പല രൂപങ്ങളിലൂടെയും കടന്നു പോകുന്ന വിധത്തിൽ. ഫീ ളുലുമാത്തിൻ സലാസ്, 3 അന്ധകാരങ്ങളിലായിട്ട്. ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ റബ്ബ്. ദാലികുമുല്ലാഹു, നിങ്ങളുടെ ഈ അള്ളാഹു ഉണ്ടല്ലോ, അവനാണ് റബ്ബുക്കും, നിങ്ങളുടെ നാഥൻ. ലഹുൽ മുൽക്ക്, അവനാണ് അധികാരം. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാത്ത ഒരു ആരാധ്യനും ഇല്ല. ഫഅന്നാ തുസ്റഫൂൻ, എന്നിട്ടും നിങ്ങൾ എവിടെ നിന്നാണ് തെറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. നിങ്ങൾ ഉണ്ടായി വന്ന പിന്നിട്ട കാലം ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളെ അവൻ നിങ്ങളുടെ ഉമ്മമാരുടെ, മാതാക്കളുടെ ഉദരങ്ങളിൽ സൃഷ്ടിക്കുകയുണ്ടായി. എന്നിട്ട് സൃഷ്ടിപ്പിന്റെ പല ഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു വന്നു. 3 വ്യത്യസ്തമായ ഇരുട്ടുകളിലായിട്ട്. 3 വ്യത്യസ്തമായ ഇരുട്ടുകൾ എന്നത് വ്യക്തമാക്കപ്പെടുന്നത് ഉദരം, ഗർഭാശയം, അതുപോലെ ഗർഭസ്ഥ ശിശുവിന്റെ ചുറ്റുമായുള്ള ഒരു ആവരണം. ഈ 3 ലെയറുകളിലായിട്ടുള്ള അന്ധകാരങ്ങളിലാണ് മാതാവിന്റെ ഗർഭപാത്രത്തിനകത്ത് ഒരു കുഞ്ഞ് വളർന്നു വരുന്നത്. അതിനെല്ലാ ഘട്ടത്തിലും, ആ പ്രഗ്നൻസിയുടെ 9 മാസത്തിലേറെയുള്ള ആ സമയത്ത് എല്ലാ ഘട്ടത്തിലും ഒരേ രൂപത്തിലല്ല. ഒരു ഘട്ടത്തിൽ അതൊരു ഖൽഖാണ്, മറ്റൊരു ഘട്ടത്തിൽ വേറൊരു ഖൽഖാണ്. അങ്ങനെ സമയം പിന്നിടുന്നതിനനുസരിച്ച് രൂപപരിണാമം വന്ന് ഒരു കുഞ്ഞായി രൂപപ്പെടുകയാണ്. അതോ 3 അന്ധകാരങ്ങളുടെ അകത്തായിട്ടാണ് ഈ രൂപമെടുക്കൽ, ഈ കുഞ്ഞിന്റെ രൂപമെടുക്കൽ സംഭവിക്കുന്നത്. 3 അന്ധകാരങ്ങൾ. ഇതിന്റെയൊക്കെ വിശദാംശങ്ങൾ നമുക്ക് കാണേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. അവനാണ്, ഇതാണ്, നിങ്ങൾ ഈ വിധത്തിൽ നിങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞല്ലോ, അവനാണ് നിങ്ങളുടെ അള്ളാഹു, നിങ്ങളുടെ റബ്ബ്. അവനാണ് അധികാരം, അവനല്ലാത്ത ഒരു ആരാധ്യനുമില്ല. എന്നിട്ടും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും നിങ്ങൾ എങ്ങനെ
നിങ്ങൾ എവിടുന്ന്, നിങ്ങൾ ഏത് പ്രതലത്തിൽ നിന്ന്, ഏത് ഓറിയന്റേഷനിൽ നിന്ന് ആണ് തെറ്റിക്കപ്പെടുന്നത്? ഇതാണ് ചോദ്യം. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും രാവിനും പകലിനും ഒക്കെയുള്ള ഒരു ഓറിയന്റേഷനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് ഹക്കാണ്. എങ്ങനെയാണ് ഹക്ക് എന്ന ആ അടിത്തറയിൽ നിന്ന് നിങ്ങളുടെ മനസ്സ് തെറ്റിക്കപ്പെടുന്നത് എന്നതാണ് അള്ളാഹുവിടെ ഉന്നയിക്കുന്ന ചോദ്യം. ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി നമുക്ക് വിശദമാക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള സെഷനുകളിൽ ഞാനത് ശ്രമിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.